പാലാ നഗരസഭാ വിവാദത്തിൽ കോൺഗ്രസിൽ വീണ്ടും ഭിന്നത. കൂറുമാറിയ കൌൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് തർക്കം. നിയമ നടപടി ഉറപ്പായും ഉണ്ടാകുമെന്നായിരുന്നു DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ഏകാഭിപ്രായം ഇല്ല. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയമേ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി എന്നാണ് അർത്ഥം. ബാക്കി കാര്യങ്ങൾ അനന്തര നടപടികളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും നടപടി ഉണ്ടാവും. ഇക്കഴിഞ്ഞ 21-ന് കോൺഗ്രസിന്റെ 4 കൌൺസിലർമാർ LDF അവിശ്വാസത്തെ അനുകൂലിച്ചപ്പോൾ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പ്രതികരിച്ചതാണ് കേട്ടത്. കൂറുമാറിയ 4 കൌൺസിലർമാർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കും എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. എന്നാൽ കൂറുമാറ്റം നടന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും യാതൊരു നിയമ നടപടിയുമില്ല. നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിലുണ്ടായ ഭിന്നതകളാണ് ഇതിനു കാരണം. നിയമ നടപടി പാടില്ല എന്നാണ് പാലാ മണ്ഡലം കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. ഇതോടെ DCC നേതൃത്വം പ്രതിസന്ധിയിലായി. പ്രാദേശിക നേതൃത്വത്തെ വെല്ലുവിളിച്ച് കൌൺസിലർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ കടുത്ത പ്രതിസന്ധിയാകും കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരിക. നിലവിൽ KPCC DCC നേതൃത്വം ഒരു പക്ഷത്തും പ്രാദേശിക നേതൃത്വം മറ്റൊരു പക്ഷത്തുമായിരുന്നു. സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് കൌൺസിലർമാർക്കെതിരെ തുടക്കം മുതലേ DCC KPCC നേതൃത്വങ്ങൾ നിലപാടെടുത്തിരുന്നു. കോൺഗ്രസ് കൌൺസിലർമാർ കൂറുമാറി വോട്ട് ചെയ്തതോടെയാണ് UDF-ന് പാലായിൽ ഭരണം നഷ്ടമായത്. ജനം, കോട്ടയം.